അധ്യായം 65. അത്വലാഖ്. അവതരണം മദീനയിൽ. സൂക്തങ്ങൾ 12. വിവാഹമോചനമെന്നാണ് ശീർഷകത്തിന്റെ അർത്ഥം. ഈ അധ്യായത്തിന്റെ പ്രധാന ഉള്ളടക്കം വിവാഹമോചനവുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ്. രണ്ടാം അധ്യായമായ അൽ ബഖറയിൽ പരാമർശിക്കപ്പെട്ട വിവാഹമോചന നിയമങ്ങൾക്കുള്ള വിശദീകരണമാണിതിൽ പ്രധാനമായുള്ളത്. അതിനാൽ അവതരണക്രമവും അതുതന്നെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബിയെ, നിങ്ങൾ സ്ത്രീകളെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇദ്ദ തുടങ്ങാനുള്ള അവസരത്തിൽ വിവാഹമോചനം നടത്തുക. ഇദ്ദകാലം നിങ്ങൾ കൃത്യമായി കണക്കാക്കുക. നിങ്ങളുടെ നാഥനായ അല്ലാഹുവെ സൂക്ഷിക്കുക. ഇദ്ദാവേളയിൽ അവരെ അവരുടെ വീടുകളിൽ നിന്ന് പുറംതള്ളരുത്. അവർ സ്വയം ഇറങ്ങിപ്പോവുകയുമരുത്. അവർ വ്യക്തമായ ദുർവൃത്തിയിലേർപ്പെട്ടാലല്ലാതെ. അല്ലാഹുവിന്റെ നിയമപരിധികളാണിവ. അല്ലാഹുവിന്റെ പരിധികൾ ലംഘിക്കുന്നവൻ തന്നോട് തന്നെയാണ് അക്രമം ചെയ്യുന്നത്. അതിനുശേഷം അല്ലാഹു വല്ല പുതിയ കാര്യവും ചെയ്തേക്കാം. നിനക്കത് അറിയില്ല. അവരുടെ ഇദ്ദാ കാലാവധി എത്തിയാൽ നല്ല നിലയിൽ അവരെ കൂടെ നിർത്തുക. അല്ലെങ്കിൽ മാന്യമായ നിലയിൽ അവരുമായി വേർപിരിയുക. നിങ്ങളിൽ നീതിമാന്മാരായ രണ്ടുപേരെ അതിന് സാക്ഷികളാക്കുക. സാക്ഷികളെ, നിങ്ങൾ അല്ലാഹുവിനു വേണ്ടി നേരാം വിധം സാക്ഷ്യം വഹിക്കുക. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് നൽകപ്പെടുന്ന ഉപദേശമാണിത്. അല്ലാഹുവോട് ഭക്തി കാണിക്കുന്നവന് അല്ലാഹു രക്ഷാമാർഗമൊരുക്കിക്കൊടുക്കും. അവൻ വിചാരിക്കാത്ത വിധം അവന് ആഹാരം നൽകും. എല്ലാം അല്ലാഹുവിൽ അർപ്പിക്കുന്നവന് അല്ലാഹു തന്നെ മതി. അല്ലാഹു അവന്റെ കാര്യം നിറവേറ്റുക തന്നെ ചെയ്യും. അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്രമം നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സ്ത്രീകളിൽ ആർത്തവം നിലച്ചവരുടെ ഇദ്ദാകാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അറിയുക. അവരുടെ ഇദ്ദാകാലം 3 മാസമാണ്. ഋതുമതികളായിട്ടില്ലാത്തവരുടേതും ഇതുതന്നെ. ഗർഭിണികളുടെ കാലാവധി അവർ പ്രസവിക്കുന്നതുവരെയാകുന്നു. ആർ അല്ലാഹുവോട് ഭക്തിയുള്ളവരാകുന്നുവോ അവന്റെ കാര്യം അല്ലാഹു എളുപ്പമാക്കും. ഇത് നിങ്ങൾക്കായി അല്ലാഹു അവതരിപ്പിച്ച കൽപ്പനയാണ്. അല്ലാഹുവോട് ഭക്തി കാണിക്കുന്നവന്റെ പാപങ്ങൾ അല്ലാഹു മായ്ച്ചു കളയുകയും അവന്റെ പ്രതിഫലം അവന് മെച്ചപ്പെടുത്തിക്കൊടുക്കുകയും ചെയ്യും. നിങ്ങളുടെ കഴിവിനൊത്ത വിധം ഇദ്ദാവേളയിൽ അവരെ നിങ്ങൾ താമസിക്കുന്നിടത്ത് തന്നെ താമസിപ്പിക്കുക. അവർക്ക് ഇടുക്കമുണ്ടാക്കും വിധം നിങ്ങൾ അവരെ പ്രയാസപ്പെടുത്തരുത്. അവർ ഗർഭിണികളാണെങ്കിൽ പ്രസവിക്കുന്നതുവരെ നിങ്ങൾ അവർക്ക് ചെലവിന് കൊടുക്കുക. അവർ നിങ്ങൾക്കായി കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നുവെങ്കിൽ അവർക്ക് അതിനുള്ള പ്രതിഫലവും നൽകുക. അക്കാര്യം നിങ്ങൾ നല്ല നിലയിൽ അന്യോന്യം കൂടിയാലോചിച്ച് തീരുമാനിക്കുക. എന്നാൽ നിങ്ങൾക്കിരുവർക്കും അത് പ്രയാസകരമാവുകയാണെങ്കിൽ അയാൾക്കു വേണ്ടി മറ്റൊരുവൾ മുലയൂട്ടട്ടെ. സമ്പന്നൻ തന്റെ കഴിവിനനുസരിച്ച് ചെലവ് ചെയ്യണം. തന്റെ ഉപജീവനത്തിന് ഇടുക്കമനുഭവിക്കുന്നവൻ അല്ലാഹു അവന് നൽകിയതിൽ നിന്ന് ചെലവിന് നൽകട്ടെ. അല്ലാഹു ആരെയും അയാൾക്കേകിയ കഴിവിൽ കവിഞ്ഞതിന് നിർബന്ധിക്കുന്നില്ല. പ്രയാസത്തിനു ശേഷം അല്ലാഹു എളുപ്പം ഉണ്ടാക്കിക്കൊടുക്കുന്നു. എത്രയോ നാടുകൾ അവയുടെ നാഥന്റെയും അവന്റെ ദൂതന്മാരുടെയും കൽപ്പനകൾ നിരാകരിച്ച് ധിക്കാരം പ്രവർത്തിച്ചു. അപ്പോൾ നാം അവയെ കർക്കശമായ വിചാരണയ്ക്ക് വിധേയമാക്കി കൊടിയ ശിക്ഷ നൽകുകയും ചെയ്തു. അങ്ങനെ അവ ആ ചെയ്തികളുടെ കെടുതികൾ അനുഭവിച്ചു. കൊടിയ നഷ്ടമായിരുന്നു അതിന്റെ അന്ത്യം. അല്ലാഹു അവർക്ക് കഠിന ശിക്ഷ ഒരുക്കിവെച്ചിട്ടുണ്ട്. അതിനാൽ സത്യവിശ്വാസം സ്വീകരിച്ച ബുദ്ധിമാന്മാരെ, നിങ്ങൾ അല്ലാഹുവോട് ഭക്തിയുള്ളവരാവുക. നിശ്ചയം അല്ലാഹു നിങ്ങൾക്കായി ഒരു ഉദ്ബോധനം നൽകിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ സുവ്യക്തമായ സൂക്തങ്ങൾ ഓതിക്കേൾപ്പിക്കുന്ന ഒരു ദൂതനെ അവൻ നിയോഗിച്ചിരിക്കുന്നു. വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവരെ
ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാനാണത്. അല്ലാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവനെ അല്ലാഹു താഴ്ഭാഗത്തൂടെ ആറുകൾ ഒഴുകുന്ന സ്വർഗീയാരാമങ്ങളിൽ പ്രവേശിപ്പിക്കും. അവൻ അതിൽ നിത്യവാസിയായിരിക്കും. അല്ലാഹു അവന് വിശിഷ്ട വിഭവങ്ങളാണ് നൽകുക. 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു. ഭൂമിയിൽ നിന്നും അതുപോലെയുള്ളവയെ അവൻ സൃഷ്ടിച്ചു. അവയ്ക്കിടയിൽ അവന്റെ കൽപ്പനകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു എല്ലാറ്റിനും കഴിവുറ്റവനാണെന്നും അവന്റെ അറിവ് സകല സംഗതികളെയും ചൂഴ്ന്നു നിൽക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കാനാണ് ഇவ்விധം വിശദീകരിക്കുന്നത്.